ഡേ, ഇതാണോ ബുദ്ധി? എന്തൊരു മണ്ടത്തരോ നീ കാണിച്ചേ? ഒരു മണ്ടത്തരവും ഇല്ല. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അഭിനയിച്ചില്ലായിരുന്നെങ്കിലേ ഇതിനു മുൻപേ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയേനെ. നീ എന്താ ശിവൻ ഇങ്ങനെ ആയി പോയത്? ഇതിന്റെ വരും വരായികളെ കുറിച്ച് നീ ചിന്തിച്ചോ? ചിന്തിച്ചോന്ന്? ഇപ്പൊ തന്നെ മാസം 5 കഴിഞ്ഞു. ഇനി എത്ര കാലം നിനക്ക് എല്ലാരും പറ്റിച്ച് നടക്കാൻ പറ്റും? പറ. ഈശ്വരമംഗലത്തെ അനന്തരാവകാശികളായി ഇരട്ട കുട്ടികൾ പിറക്കാൻ പോകുന്ന പ്രതീക്ഷയില്ല അവിടെ എല്ലാവരും. പ്രണവ് പോലും നിന്നെ സ്നേഹിക്കുന്നതും കൂടെ നിൽക്കുന്നതും നിന്റെ വയറ്റിൽ വളരുന്നു എന്ന് അവൻ വിശ്വസിക്കുന്ന അവന്റെ കുഞ്ഞുങ്ങളുടെ പേരില. അങ്ങനെയൊന്നും ഇല്ലെന്നറിയുമ്പോ എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെങ്കിലും ഒരിക്കൽ എല്ലാവരും എല്ലാം അറിയുമെന്ന് നീ ചിന്തിക്കാത്ത എന്താ? എടി, നീ ഇത്രയും കാലം പറ്റിക്കായിരുന്നു എന്നറിഞ്ഞ അവിടെയുള്ള ആരെങ്കിലും നിന്നോട് ക്ഷമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ദേ, നിന്നെ കൊല്ലാതെ വിടില്ല അവര്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കള്ളി വെളിച്ചത്തായി നാണം കെട്ട് ഈശ്വരമംഗലത്തെ പടി ഇറങ്ങേണ്ട ഗതികേട് എന്റെ മോൾ ഉണ്ടാക്കി വെക്കരുത്. അറിയാലോ, അങ്ങനെ ഗതി കെട്ട് ആ വീട്ടിലേക്ക് എങ്ങാനും കയറി വന്നാ നിന്റെ അച്ഛൻ 4 അതിരിൽ പോലും കേറ്റില്ല. ദേ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് ഈ കാര്യത്തിൽ നിന്നെ ഉപദേശിക്കാനും ഇല്ല ശിവാനി. എന്താന്ന് വെച്ചാ നീ ആലോചിച്ച് ചെയ്തോ. പക്ഷേ നാണം കെട്ട് ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങേണ്ടി വരരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. അമ്മ പറഞ്ഞത് നേരെ. ഇനി അധിക സമയം ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിയല്ല. കട്ടനിടാൻ പറ്റിയ സമയം ഇത്.